നമ്മളെല്ലാവരും നെട്ടിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. 36 വയസ്സുണ്ട് ആൾക്ക്. ആൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനറായിരുന്നു. ആളെ പ്രൊജക്റ്റാണ് ആ ബാച്ചിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്. എനിക്ക് തോന്നുന്നു 6 years ബാക്ക് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്ന സമയത്തൊക്കെ ഇറ്റ്സ് മോർ ഓഫ് പോസ്റ്റേഴ്സ്, ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, പോപ്പ് കളർ റൈറ്റ്, അങ്ങനത്തെ ഒരു സാധനം ഡിസൈൻ ആയിട്ടാണ് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഇതിനോടുള്ളൊരു പാഷനാണ്. 5 month കോഴ്സിൽ ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, മോഷൻ ഗ്രാഫിക്സ് ഉണ്ട്, UI UX ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യും പഠിച്ചോനെ ഈ 5 മാസം കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരിക്കലും ഡിസൈൻ സ്കൂളിൽ വന്നിട്ട് ഒരാൾ 4 മാസം കൊണ്ടോ അല്ലെങ്കിൽ 5 മാസം കൊണ്ടോ അല്ലെങ്കിൽ 4 weeks കൊണ്ടോ ഭയങ്കര അടിപൊളി ഡിസൈനറോ അല്ലെങ്കിൽ ഒരു പ്രോ ലെവലോ കംപ്ലീറ്റ്ലി ഒരു ഡിസൈനർ ആവില്ല. ഇപ്പോൾ ഒരു പുതിയൊരു തെയ്യത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു കളേഴ്സ് ഉപയോഗിക്കും, മിനിമൽ തെയ്യായിരിക്കും എന്നുള്ളതാണ്. ഫ്രീലാൻസിങ് ഒരു കരിയറാണ്, അത് അടിപൊളി കരിയറാണ്, ഭയങ്കര രസമായിരിക്കും. എവിടെ പോയി വേണം പണിയെടുക്കാം. മുംബൈയിൽ നിന്ന് വരും ഒരു ഡിസൈനർ, കേരളത്തിൽ നിന്ന് ഒരു ഡിസൈനർ വരും. കേരളത്തിലത്തെ ഡിസൈനറിൻ്റെ പോർട്ട്ഫോളിയോ കിട്ടില്ലെന്നായിരിക്കും, പക്ഷേ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് മാത്രം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവൻ്റെ ഓപ്പർച്യൂണിറ്റി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ഒരു മിനിസ്റ്ററോ കർണാടക മിനിസ്റ്റർ മൂപ്പരെടുത്ത് നിങ്ങൾ കേരളത്തിലെ ആൾക്കാർ എന്താ തിന്നുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ മൂവി ഇൻഡസ്ട്രിയിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ ചോദിക്കും, നിങ്ങൾ എന്താ വലിക്കുന്നതെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ മലയാളികൾ ഭയങ്കര അടിപൊളിയാണ്.